ദുനിയാവിനെയും അതിന്റെ അലങ്കാരങ്ങളെയുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരുടെ അമലിന്റെ കൂലി അവർക്ക് ദുനിയാവിൽ പൂർത്തിയാക്കി കൊടുക്കും നാം. ലാ യുബ്ഖസൂന വഹും ഫീഹാ ലാ യുബ്ഖസൂന. ദുനിയാവിൽ ഒരു നഷ്ടവും അവർക്ക് വരുത്തപ്പെടുകയില്ല. അതായത് അവരെ മരണം വരെയും മരിച്ചിട്ടും ജനങ്ങൾ എന്തു പറയും? നല്ല മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല പൂതി, നല്ല റായത്വമാണ്. അങ്ങനെ പറയും. ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. പരലോകത്ത് അവർക്ക് നരകമല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. വഹബിത മാ സനഉ ഫീഹാ. അവർ ചെയ്തതൊക്കെ ദുനിയാവിൽ തന്നെ അല്ലാഹു തആല പൊളിച്ചു കളയും. വബാതിലും മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തൊക്കെ ബാത്തിലായിരിക്കും, ആഖിറത്തൊന്നും ഉണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. ഇതപ്പോ പറഞ്ഞതിനർത്ഥം അല്ലാഹ് എന്താണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? എന്താണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അൻതൂസല ഇലൈഹിം ജസാഉ അഅമാലിഹിം ഫിദ്ദുനിയ എന്ന് മിനസ്സിഹത്തി. അവർ ചെയ്തതിൻ്റെ കൂലി അല്ലാഹു ദുനിയാവ് കൊടുക്കും. അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കും, ഒരു റിയാസത്തി നേതൃത്വം കൊടുക്കും. ജനറൽ ബോഡി ഉണ്ടാവും. ആദ്യം 30 പേരെന്നെ പറയും. ജനറൽ ബോഡിക്ക് വിളിച്ചു പറയുമ്പോൾ അത് കുഞ്ഞാമദാജി തന്നെ ആദ്യം. വേറെ മറ്റെന്താ എണ്ണിപ്പോക്കരെ പറഞ്ഞു. ഏതേതോ എണ്ണിപ്പോക്കരെ പേരാണ് ആദ്യം പറഞ്ഞത്. ഉണ്ടല്ലോ ആദ്യം തന്നെ നല്ല മനുഷ്യൻ്റെ പേര് പറഞ്ഞു, കുഞ്ഞാമദാജി. മനസ്സിലായോ? എൻ്റെ അയാളെപ്പോലത്തെ ഒരു മനുഷ്യപ്പെടാരാ പറയാം. അപ്പൊ മൂപ്പർക്കോടെ ചിരിച്ചുകൊണ്ട് ഞാൻ അംഗീകരിച്ചു. അപ്പൊ മൂപ്പർക്ക് പറയാൻ കഴിഞ്ഞില്ല. നമ്മൾ പറയില്ല, എൻ്റെ കാര്യങ്ങൾ വിട്ടു, ഞാൻ നല്ല മനുഷ്യനല്ല, എൻ്റെ കഥ എനിക്കല്ലേ അറിയാം. എന്നെങ്കിലും പറഞ്ഞൊന്ന് ഉള്ളിൽ നിൽക്കുന്ന പുറത്തേക്ക് ചാടാൻ നോക്കിയില്ല. മൂപ്പർ ചിരിച്ചുകൊണ്ടാണ് ഉത്തരക്കും ചെയ്തു. നമ്മൾ തർക്കമുണ്ടായി. കുഞ്ഞാമദാജിൻ്റെ പേര് എഴുതാണ്, വേറൊരാളെ പേര് എഴുതാൻ ഞങ്ങളെ ജീവനുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കൂല. എന്താ എഴുതിയാൽ അപ്പം മൂപ്പർക്ക് എനിക്ക് പറയാം, എന്ത് എൻ്റെ പേര് ആദ്യം എഴുതണ്ട, എൻ്റെ കാര്യം എനിക്കറിയുള്ളൂ, ഞാൻ അത്ര മാനൊന്നുമല്ല. അതേ സമയത്ത് എന്തുണ്ടായി അവിടെ? പിന്നെ എല്ലാവരും പറഞ്ഞു ഉണ്ടാക്കി. ഇവിടെ കഴിഞ്ഞ ജനറൽ ബോഡിയിലും കുഞ്ഞാമദാജിൻ്റെ പേര് അൽഹംദുലില്ലാഹ് മൂപ്പർക്ക് തന്നെ അംഗീകാരമായി. പിന്നെ റിയാസത്തി നേതൃത്വം നിലനിർത്തി കൊടുക്കും. അല്ലാഹു തആല ആരോഗ്യം കൊടുത്തു, പറയും നേതൃത്വം കൊടുത്തു, എല്ലാം കൊടുത്തു. ഇവർ പറഞ്ഞൊക്കെ അല്ലാഹു തആല ഉത്തരം എങ്ങനെ? പിന്നെ ഭക്ഷണത്തിന് വിശാലത. നാലാൾ കാണുമ്പോൾ മൂപ്പര് പറയും ചെയ്യും, എന്ത് എന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കി, ഞാനൊരു പണിക്കും പോണില്ല, പക്ഷെ എന്റെ കാര്യം അല്ലാഹ് അങ്ങനെ നടത്തി തരുന്നുണ്ട്. മനസ്സിലായില്ല? എന്തുകൊണ്ടാണ് നടത്തി കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് നടത്തി കൊടുക്കുന്നത്? ദുനിയാവ് തന്നെ കൊടുക്കുകയാണ്. അല്ലാഹ് നീതിമാനാണല്ലോ, അവിടെ കൊടുക്കാനൊന്നുമില്ല, അല്ലാഹ് കരുതിയിട്ടില്ല. നിങ്ങൾക്ക് എന്റെ കാര്യം തന്നെ അത്ഭുതമായി തോന്നുന്നില്ലേ? ഞാൻ വല്ല പണിക്കും പോകണ്ട. എന്താ വിചാരിച്ച അതൊക്കെ നടക്കണം. ആ ജാതി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ 3 മണിക്കാണ് ഇറങ്ങി ഇരുന്നാൽ ആ ചന്ദനപ്പടി ഇട്ടാണ്ട് ഇരുന്നാൽ പിന്നെ 5-5:30 മണി വരെ പെണ്ണുങ്ങൾ വന്ന് ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ അത്തം കേൾക്കുള്ളൂ. അത്തം കേൾക്കാൻ നേരല്ല. ചെല്ലന് അല്ല, അതിന് ഗുണമുണ്ട്. എന്ത്? അൽഹംദുലില്ലാഹ് എനിക്ക് വല്ല ബുദ്ധിമുട്ടില്ല, എനിക്കൊന്നുമില്ല, എനിക്ക് കാടമല്ല, കാര്യമല്ല, പ്രശ്നമല്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പം അങ്ങനെ നടന്നപ്പോൾ എനിക്ക് എന്തേ കിട്ടി? ഇപ്പം ഇയാളെന്തായി? ഇയാളമലുണ്ട്, ഇയാളമലുണ്ട് മേലെ മറ്റൊന്നുള്ള കടം കൊടുത്തു, ബുദ്ധിമുട്ട് കൊടുത്തു. എൻ്റെ പരലോകത്ത് സുഖത്തിലാക്കാൻ കരുതിയിട്ടുണ്ട്. ആ കടത്തിൻ്റെ വല്ലതും ബുദ്ധിമുട്ടണം, ഇവിടെ കഷ്ടപ്പെടണം, നാട്ടുകാരെ ഇന്ന് ചീത്തേക്കണം. കള്ളനൊന്നുമല്ല, കുടുംബം പോറ്റമണി കടം വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു, പക്ഷെ പിന്നെ പണി നഷ്ടപ്പെട്ടു. അന്ന് 2500 ഗൾഫിൽ ജോലിയുള്ള കാലത്താണ് കടം വാങ്ങിയത്. പെരപ്പണിക്ക് കടം വാങ്ങി ആളിയെൻ്റെ കയ്യിൽ നിന്ന്.
അല്ലെങ്കിൽ മുത്താപ്പാൻ്റെ അയൽവാസിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ എന്ത് കണക്കാക്കി 2500 ദിർഹം ശമ്പളമുണ്ട്. അല്ലാതെ മറ്റും മറിച്ചൊക്കെ കിട്ടിയാലും ശമ്പളം ബാക്കിയില്ലാതെ നാശാഘാതം കിട്ടും. അപ്പോൾ 10,000-50,000 ഉറുപ്പുണ്ട്. 2 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം 10 കൊല്ലം കൊണ്ട് കടം വീട്ടാന്ന്, ഒരു കൊല്ലം കൊണ്ട് കടം വീട്ടാന്ന് വിചാരിച്ചു. പക്ഷെ എന്തായി? പിറ്റേ കൊല്ലം പിറ്റേ മാസം കൊറോണ അടച്ചുപോയി. അപ്പൊ ഇവിടെ പരമ പൈസ കയറി. പിന്നെ ഇവിടെ ഒന്നുമില്ലാതെ ചക്കിയും പൂളയും നിന്ന് നിൽക്കാണ്. ആ നേരത്തെ ഇങ്ങനെ മറ്റൊരു കടക്കാർ ഒരു കൊല്ലം കൊണ്ട് തരാന്ന് പറഞ്ഞാലോ, അതൊക്കെ പണി പോയില്ലെന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. പൈസ എടുക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. എന്തോ കാരണത്താണ് പണി പോയി. ഇവനോ നല്ല മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാണ്, മറ്റൊരത്ര ദിക്റൊന്നുമില്ല. എന്നിട്ടോ ഈ ദിക്റില്ലേ ഞാൻ മോനെ കളിയാക്കും. എന്നോട് ഞാൻ വാക്യ സുഹൃത്തോളം പറഞ്ഞല്ലേ, ഞാൻ ഊതുന്നുണ്ടല്ലോ ജിന്നെ കണ്ടില്ലേ. വാക്യ ജോലി സൗദി 2 സൗദില്ല. അത് ഉറങ്ങണം. പള്ളിയിലെന്നാലും ചെരുവിൽ സൈഡിൽ കിടക്കണമെന്ന് ഞാൻ കാണണമല്ലോ. മൂല്യർ വല്ല വയറിലും പറയുന്ന നേരത്തെ എനക്ക് എന്താ പണി? നിനക്ക് പണി എന്താ? ഇരുന്നുറങ്ങ. എന്തെങ്കിലും ഇൽമടിച്ചൂടെ? ഓൻ്റെ തടി അങ്ങനെയാണ്. ഓന് ഷുഗർ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇരുന്നാൽ ഉറങ്ങിപ്പോവും. നാട്ടുകാരെ ചീത്തയൊക്കെ കേൾക്കും. കടക്കാർ രാവിലെ ഒരാൾ വരും, ഉച്ചക്ക് വരും, വൈകുന്നേരം. പെണ്ണുങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ ഈ ചീത്തയൊക്കെ ഞാൻ എൻ്റെ പരിക്കുകയാണ്. സ്വന്തം ഭാര്യ ഒഴിവാക്കി പോകാൻ നിൽക്കുകയാണ്. അതൊക്കെ ഈ മനുഷ്യനെ അള്ളാഹു തആല പരീക്ഷിക്കാണ്. അവന് അള്ളാഹു തആല ഫിർദൗസിലല്ല കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് അള്ളാഹു തആല ഇവിടെ തന്നെ തരും. അവിടെ ഒന്നുമില്ല. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് പറഞ്ഞർത്ഥം. എന്ത് ഞാൻ ഇവിടെ വാങ്ങാൻ വേണ്ടി പണിയെടുക്കണം. ആദ്യം പണി നന്നാക്കാൻ വേണ്ടി തുടങ്ങി, പിന്നെ നാശം. ഒരു കാര്യം ഒരു 10 റുപ്യ നാട്ടിൽ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മളെത്തേക്ക് വരിക. എന്തേ നമ്മൾ കൊടുക്കും. ആദ്യം പഠിച്ചവന് വേണ്ടി കൊടുത്തു, 2ാമത് പഠിച്ചവന് വേണ്ടി കൊടുത്തു, 3ാമത് പഠിച്ചവന് വേണ്ടി കൊടുത്തു, 4, 5, 6 ആയപ്പോഴത്തേന് നാട്ടിലേക്ക് വിവരമായി. എന്ത് മൂപ്പരെത്തി എന്നാ മടക്കൂല. അപ്പൊ പിന്നെന്തായി? പിന്നെ അത് നിലനിർത്താൻ വേണ്ടി കൊടുക്കും. ആര് ചതിച്ചു? ആര് ചതിച്ചു? ഇബ്ലീസ്. ഒന്നാമത് കൊടുത്ത ലക്ഷ്യം അല്ലായിരുന്നു. പിന്നെയോ പിന്നെ അല്ലാഹ് ലക്ഷ്യമില്ല. പിന്നെ അല്ലാഹു ലക്ഷ്യമേ ഇല്ല. അങ്ങനെയായി. ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട്. സമ്മേളനമാണ് നാളെ. നമ്മളെ ദുആ സമ്മേളനം. ആയിക്കോട്ടെ, എന്താ വേണ്ടത്? അപ്പോൾ കഴിഞ്ഞൊരു ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ആ ഭക്ഷണത്തിനുള്ള അരി നിങ്ങൾ വാങ്ങിത്തരണം. ഞാൻ വാങ്ങിത്തരാം. ഇറച്ചി അല്ലെങ്കിൽ ഇറച്ചി അരി നിങ്ങൾ ചെയ്തു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അരി വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഒരു പറഞ്ഞു 14-ാം തീയതി നിങ്ങൾ വരണം. നിങ്ങൾ സ്റ്റേജ്മെൻ്റ് ആണോ? സ്റ്റേജ് മുക്കൊന്നും ഞാൻ വേണ്ട. നിർബന്ധിച്ചു. സ്റ്റേജ് കയറ്റി ഇരുത്തി. അപ്പോൾ ആ സ്റ്റേജ് ഉള്ള സുഖം മനസ്സിലായത്. പിന്നെ ഇരുന്നു. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ വേറൊരു കൂട്ടർ വന്നു. മറ്റൊരു നിങ്ങളാണ് അരി വാങ്ങിക്കൊടുത്തത് കേട്ടപ്പോൾ വന്നതാണ്. നമുക്ക് നാളെ സമ്മേളനം. എത്ര അരി വേണ്ടത്? അരി അരിച്ചക്ക ആയിക്കോട്ടെ. കൂട്ടമൊക്കെ ഞാൻ വാങ്ങിത്തരാം. ഓര് വിളിച്ചില്ല. എവിടേക്ക്? സ്റ്റേജ് മക്കൾ വിളിക്കുമെന്ന് വിചാരിച്ച്. അരി എന്താ വേണ്ടത്? അരി അവിടുന്ന് വീടിന് വാങ്ങിക്കോളി. എന്താ വേണ്ടത് ഞാൻ കൊടുത്തോളാം. പരിപാടി കഴിഞ്ഞു. 3-ാം ദിവസം അവർ വന്നു. ആ പൈസ കൊടുത്തിട്ടില്ല. അതിന് ആചാര്യ പൈസ കൊടുത്തത് എപ്പോഴെന്നൊക്കെ തോന്നണല്ലേ? പരിപാടി ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, പരിപാടി നിങ്ങൾ അറിഞ്ഞില്ല. അല്ല, മനസ്സിലായില്ല. നിങ്ങൾക്കൊക്കെ ഒരു ബാധ്യതയല്ലേ? നിങ്ങൾ ഇന്നൊരുത്തിന് വന്ന് എൻ്റെ പൈസ വാങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്നോടൊന്ന് വേറിട്ട് വിളിക്കണ്ട. അത് മൂപ്പരെ വീട്ടിൻ്റെ മുന്നിൽ സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, കൂട്ടം ക്ഷണിമായി ക്ഷണിച്ചോളുന്നു 10 വട്ടം വണ്ടി വന്നു. അതിന് മൂപ്പര് പറ്റൂല. എന്തുകൊണ്ട്? മൂപ്പര് അങ്ങനത്തെ ഒരാളല്ല, വേറിട്ട ഒരാളാണ്. നാട്ടുകാരോട് മൈക്കിൽ വെട്ടി വിളിച്ചിട്ട് ഞാൻ വരും. എന്താ ചോദിച്ചേ? നാട്ടുകാരൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ വാങ്ങി തരുന്നുണ്ട്. അപ്പൊ സെക്രട്ടറിയും പ്രസിഡന്റും മണ്ടമച്ചൊക്കെ തുടങ്ങി. നിങ്ങൾ പേച്ചു അടുത്ത പഠിത്തം ചെയ്യും.
അടുത്ത വട്ടം ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് ഈ അതിൻ്റെ പൈസ കൊടുത്തു. പിറ്റത്തെ കുറി അവർ ആദ്യം വന്ന് ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി വന്നത്, അജയരെ ഞങ്ങൾ പരിപാടിയാണ്, അപ്പൊ ഇങ്ങോട്ട് ചോദിക്കും, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാം. മനസ്സിലായോ? രണ്ടാമത്തെ തവണ അവർ ആദ്യം വന്നത് ഇപ്പൊ ഞങ്ങളിന് അരി വയ്ക്കാനും മറ്റും വന്നല്ല, ആയിക്കോട്ടെ അതിന്റെ കടമയാണ് ഞാൻ ചെയ്യല്. ഉണ്ടോ നമ്മക്കൊക്കെ പറ്റുന്ന കുഴപ്പത് സ്വതക്കൊണ്ടറിയപ്പെട്ടു, സ്വതക്കൊണ്ടറിയപ്പെട്ടു. പിന്നെ അവൻ ആ പേര് നിലനിർത്തണം. അല്ലദീനഹും യുറാഊന എന്ന് പറഞ്ഞത് അതെന്നെ, അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ പിന്നെ ലക്ഷ്യം. പിന്നെ പേര് നിലനിർത്തണം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതാണ് പ്രശ്നം. ഒരു വട്ടം നമുക്ക് കൊടുത്തില്ല, അപ്പൊ ബലെന്നെ ചീത്തറിഞ്ഞിറങ്ങിപ്പോവും. നിങ്ങളൊക്കെ കൊടുത്ത ആജിയന്മാരായിട്ടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് ഓർക്ക് നടത്താളിട്ട് പോയാൽ കിട്ടും. എൻ്റെ സൽപ്പേര് അവിടെ പൊളിയും വേണം. കാരണം മൂപ്പര് പിന്നെ ഒരു മര്യാദക്ക് എന്നെ കാണുമ്പോൾ സലാം വരെ പറയില്ല. അപ്പൊ ചിരിക്കണം, അൽഹംദുലില്ലാ എരിയാവ് പോയി. മനസ്സിലായില്ല. പിന്നൊരു കമ്മിറ്റിക്കാർ വന്നു, കണ്ടവർക്കൊക്കെ തരാൻ മാത്രമൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ പിന്നെ എന്നെ പറ്റി പറയണം. മൂപ്പരെ കാര്യം ഒരു കാര്യത്തിൽ 10 ഉറുപ്പ്യ കിട്ടൂല. ഉദ്ദേശിച്ച പൈസ അന്ന് സ്റ്റേജിലില്ല. ഉദ്ദേശിച്ച പൈസ അങ്ങനെ വന്ന് ഏറ്റവും ബാക്കിലിരുന്നു. പാട്ടപ്പിരിവ് വരും. അങ്ങനെ വരുമ്പോൾ ഉദ്ദേശിച്ച പൈസ അതിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച അതിൻ്റെ പൈസ 4000 ആണെങ്കിലും 5000 ആണെങ്കിലും കണ്ടിട്ടാണ്. എൻ്റെ പേരില്ല. ഇരട്ടത്ത് കൂടെ വന്ന പെട്ടിയിൽ ആരാണ് ഇട്ടതെന്ന് ആർക്കോട്ട് അറിയില്ല. നമ്മളിവിടെ അള്ളാഹ് പ്രഭാഷണം നടക്കുമ്പോൾ എത്രയോ സംഭവം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആരാണ് ഇട്ടതെന്നറിയില്ല. ചില സമയത്തൊക്കെ വലിയ പൈസ ഉണ്ടാവും. അതിനാണ് ആ പൈസ ഇട്ട് അറിയില്ല. റെസിറ്റ് വേണ്ട, പേര് വേണ്ട, മുനാർക്ക് വേണ്ടി ചേരും. ഒരു സ്ഥലത്ത് ഞാനൊരു വയൽ പറഞ്ഞു. ആ വയൽ കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ബഹളം ഉണ്ടായി. എന്താ പ്രശ്നം? 5000 ഉറുപ്പ്യ കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞു. അതവർ സ്റ്റേജിലേക്ക് എത്തിച്ചില്ല. വയൽ കഴിഞ്ഞു ചെയ്തു. ഞാൻ കൊടുക്കൂല, എൻ്റെ പേര് സ്റ്റേജ് മോഹിച്ചിട്ടില്ല. ആ വയൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞ വയൽ. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ എന്തിനാ ഒരാളെ കുറ്റം പറഞ്ഞു? നമ്മളും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അവർ ചെയ്ത അമലിന്റെ കൂലി അവർക്ക് അവിടെ തന്നെ കൊടുക്കും ദുനിയാവില്. പിന്നെ സിഹത്തി വരിയാസത്തി. മനസ്സിലായില്ലേ? ചിന്തിക്കണം. മനുഷ്യന്മാർക്ക് സ്വഭാവം കിട്ടുമ്പോഴേ ചിരിക്കുള്ളൂ, കിട്ടിയാലേ ചിരിക്കൂല. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, റമളാനായാൽ ഉറക്ക സലാം പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. എപ്പോഴും സലാം പറയും. റമളാനായ എന്നെ കണ്ട് ചിരിക്കും, ഉറക്ക സലാം പറയും. ഞാൻ റമളാൻ അവസാനം മൂപ്പർക്ക് കാര്യമായി സക്കാത്ത് കൊടുക്കും ചെയ്യും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൂപ്പര ഒരു മകൻ ഗൾഫ് പോയി. ജോലിയും കാര്യമൊക്കെ ആയി, അങ്ങനെ നിയമത്തൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ നിർത്തിയതൊന്നുമില്ല. രണ്ടാമത്തെ മകനും പോയി. മറ്റേ മകന്റെ കമ്പനി തന്നെ രണ്ടാമത്തവനും ജോലി കിട്ടിയപ്പോ നിയമത്തായി. എനിക്ക് അല്ലാഹു തആല എന്ന നിയമത്ത് പോലെ അയാൾക്കുണ്ട്. ആ കൊല്ലം മുതൽ ഞാൻ സക്കാത്ത് കൊടുക്കൽ നിർത്തി. കാരണം സക്കാത്തിന് ഇയാളെ ആരല്ല, അവകാശിയല്ല, കൊടുക്കൽ നിർത്തി. പിന്നെ മൂപ്പര് സലാം പറഞ്ഞാൽ വരെ തിരിഞ്ഞാനോ രക്ഷപ്പെട്ടു. മനുഷ്യനൊരു സ്വഭാവമുണ്ട്. എന്ത് കിട്ടിയാലും മാത്രമേ ബഹുമാനിക്കുള്ളൂ. കൊടുക്കൽ നിർത്തി നോക്കാം, ബഹുമാനിക്കൂല. രക്ഷപ്പെട്ടു, എരിയാവുന്ന രക്ഷപ്പെട്ടു. 10 ആളുള്ളോടത്ത് യോഗം കൂടാൻ വേണ്ടി വിളിക്കാൻ കൂട്ടത്തിൽ എന്നെ വിളിക്കൂല. അപ്പൊ ഒരാൾ പറഞ്ഞു, മുപ്പിനെയും കൂടി വിളിക്കല്ലേ. ഓനെയൊക്കെ വിളിക്കണം. 10 പണ്ടൊക്കെ തന്നെ, ഈ 10 കൊടുക്കുന്നുണ്ട് വേറെ എവിടെയോ ആരും അറിയാതെ.
അപ്പം നാട്ടുകാരൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് അള്ളാൻ്റെ കൂലി എനിക്ക് കിട്ടി. ആ കൂലി ഒരു സെക്കൻഡ് കുറയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. മറ്റേതോ പിന്നെ അതല്ലെങ്കിലോ നാട്ടുകാരെ ബഹുമാനം വാങ്ങി എങ്ങനെ നടന്നോ ബീരാമുട്ടിയായി. അവർക്ക് ആഖിറത്തിൽ നരകമല്ലാതെ വേറൊന്നുമില്ല. ഹാദിൽ ആയ നസലത്ത് ഫി അഹ്ലി റിയാഇ മിനൽ മുഅ്മിനീന. ഈ ആയത്ത് മനസ്സിലായില്ലേ? മുഅ്മിനീങ്ങളിലുള്ള അങ്ങനെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. മുനാഫിക്കുകളെ പറ്റി പറഞ്ഞാണെന്നും അഭിപ്രായമുണ്ട്. നമ്മളിപ്പോൾ നല്ലവരൊക്കെ തന്നെ, പക്ഷെ വിഡ്ഢികള് അള്ളാഹു വിശ്വസിക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ റിയാസത്തിന് ഇങ്ങനെ അങ്ങനെ ഇറങ്ങിയതാവാൻ സാധ്യതയുണ്ട്. നസലത്ത് ആയത്തിറങ്ങിയത് മുഅ്മിനീങ്ങളിൽ നിന്നുള്ള റിയാഇന്റെ ആളുകളിലാണ്. ആളൂമിൻ തന്നെ ശരിയാകും ഇവിടെ തീർന്നു. അപ്പൊ അവന്റെ ഈമാൻ ഇവിടെ തീരും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഈ മനുഷ്യൻ പിന്നെ അവസാനം അള്ളാഹിനെ ചീത്തറിയൽ തുടങ്ങും. ഒരു കാര്യം നടക്കൂല. അള്ളാഹിനെ ചീത്തറിഞ്ഞ് മരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചില ആളുകളുണ്ട് നരകക്കാരായിരിക്കും. യഅമലു അമല അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരെ പണിയെടുക്കും. പോയി 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 ഫയഅമലു അമല അഹ്ലിൻ നാരി, പിന്നെ നരകത്തിൽക്കാരെ പണിയെടുക്കും. മനസ്സിലായില്ല? യഅമലു അമല അഹ്ലിൽ ജന്ന, ആദ്യകാലത്ത് അവനെ എന്ത് ചെയ്യും? സ്വർഗ്ഗക്കാരെ പണിയെടുക്കും. ജനങ്ങളൊക്കെ വിചാരിക്കും ആരാണ്? സ്വർഗ്ഗക്കാരനാണ്. സുമ്മ യഅമലു അമല അഹ്ലിൻ നാരി, പിന്നെ നരകക്കാരെ പണിയെടുക്കുമ്പോൾ ആ പണിയിൽ മരിച്ചു നരകത്തിൽ കിടക്കും. മനസ്സിലായില്ല? ആദ്യം നല്ല പണിയെടുത്തവനാണ്. പിന്നെ അവസാനം എന്തായി? നാശാര് പണിയെടുക്കുന്ന സമയത്താണ് മരിച്ചു. നല്ല ആളിന് വളരെ ഉഷാറ്. ഒക്കെ മുന്നിൽ നിന്ന് പള്ളിക്കും മദ്രസക്കും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ മൂപ്പര് എന്തോ കാരണത്താൽ അകറ്റി. നാട്ടുകാർ പിന്നെ ജനറൽ ബോഡിയിൽ മൂപ്പരെ പേര് പറയാതെ പുറത്തേക്ക് തട്ടി. അപ്പൊ പിന്നെ മൂപ്പരോ പുറത്തേക്ക് തട്ടിയപ്പോൾ മൂപ്പര് പള്ളിക്കെതിരെയുള്ള ഒരു യോഗം കൂടുതലുണ്ട്. ആ യോഗത്തിൽ അധ്യക്ഷം വഹിക്കാൻ പോയി. അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കും മരിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ എവിടെയോ മരിച്ച് പറയുമോനെ? ഇപ്പൊ എവിടെയോ മരിച്ച്? ഇത് കള്ളുടി പോലെയാണോ? ഇത് കള്ളുടി പോലെയാണോ? ഇത് കള്ളുടിയല്ല. കള്ളുടിക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഷഹ്വത്താവും കാരണം. 90% കള്ളുടിയുടെ കാരണം ഷഹ്വത്താണ്. ചിലപ്പോൾ കരഞ്ഞാൽ അത് പുറത്തു കൊടുത്തേക്കാം. ഇത് കിബറാണ്. എന്തുകൊണ്ട്? ഇന്നലെ വരെ പരിഗണിച്ച എന്നെ പോലും ഇന്ന് പരിഗണിക്കണില്ല. അപ്പൊ പള്ളിക്കെതിരെ യോഗം കൂടാണ് ഒരു കൂട്ടര്. അപ്പൊ അതിൽ പോയി അധ്യക്ഷം വഹിച്ചു. ഫയദുഖുലു നാറ. അവിടെയോ മരിച്ച്? പള്ളി കമ്മിറ്റിയിലല്ലോ മരിച്ച്. പറയുമോനെ മനസ്സിലായില്ലേ? മദ്രസ കമ്മിറ്റി യോഗം നടക്കുമ്പോഴല്ല മരിച്ച്, ദ്വായ സമ്മേളനത്തിലെ മരിച്ച്, വയൽ വെക്കുമ്പോഴല്ല മരിച്ച്, പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സുജൂദിലല്ല മരിച്ച്. പിന്നെ എവിടെയാ? എന്തോ ഒരു കൂട്ടർ പള്ളിക്കെതിരായ യോഗം കൂടുന്നുണ്ട്. എന്തോ കാരണം, എന്ത് കാരണമാണെങ്കിലും പള്ളിക്കെതിരായ യോഗത്തെ നമ്മൾ കൂടാൻ പാടില്ല. എന്ത് കാരണമാണ് പാടില്ല? എന്ത് കാരണമാണ് പാടില്ല? കാരണം എന്താണെങ്കിലും അള്ളാഹിന്റെ വീട്ടിനെതിരെ യോഗം കൂടാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെന്ത് പറയുന്നവർക്ക് ന്യായം ഉണ്ടാവും. നമ്മൾ കമ്മിറ്റിക്കെതിരെ കേസ് കൊടുക്കാം. എന്തേ പോയി നമുക്ക് വയ്യെന്നില്ല, അവിടെ 10 ആൾ പാർക്കുന്നുണ്ട്, അവിടെ വയ്യ, ഇങ്ങനെ എന്തോ കാരണമായിരിക്കും. എന്തെങ്കിലും കാരണം ഉണ്ടാവും. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു കാരണം പറയും. അള്ളാഹിനെ വിട്ട് ആരുണ്ടാക്കിയാലും അതാരാണെങ്കിലും അത് EKAP എന്ന് പോലും മദ്ഹബില്ല അവിടെ. അത് മനസ്സിലാക്കിക്കോളി. അങ്ങനെ ഒരു മദ്ഹബൊന്നും അവിടെ ഇല്ല. അള്ളാഹിൻ്റെ വീട്ടിനെതിരെ കൂടെ പാടില്ല. നമ്മളെ മാതിരി മാത്രമാണ് പള്ളി. മറ്റേ പള്ളിയൊക്കെ മുനാഫിക്കിൻ്റെ പള്ളിയാണ്. പറഞ്ഞു നടക്കണ്ട, ഒന്നും പറഞ്ഞു നടക്കണ്ട. ഏതാണ് അള്ളാഹിൻ്റെ പള്ളി അള്ളാഹ്ക്കേ അറിയുള്ളൂ. നമുക്ക് എന്താ അറിയും? ഇതിനെതിരെ യോഗം കൂടില്ല. അതിലൊന്നും ഖൈറും ഇല്ല. നമുക്ക് സഹകരിക്കാൻ പറ്റില്ല. നമ്മുടെ മഹല്ല് ഇതാണ്, ആയിക്കോട്ടെ, നമ്മൾ അങ്ങോട്ടില്ല. പക്ഷെ എതിരെ യോഗം കൂടെ ചെയ്യണ്ട. മനസ്സിലായോ? അവർക്ക് ചിലപ്പോൾ അവരുടേതായ കാരണങ്ങളുണ്ടാവും. ആ കാര്യം മുഴുവൻ നമുക്കറിയില്ല. അള്ളാഹിൻ്റെ അടുക്കൽ കാരണമുണ്ടാവും. അവരെന്തേ അവിടെ ഒരു പള്ളി ഉണ്ടാക്കി, APക്കാരവിടെ ഒരു പള്ളി ഉണ്ടാക്കി.
AP-ക്കാർ നാട്ടിൽ ഈക്കക്കാർ പള്ളി ഉണ്ടാക്കി, സമസ്തക്കാർ പള്ളി ഉണ്ടാക്കി AP-ൻ്റെ മാലിൽ. അതിന് അവർക്ക് അവരുടേതായ കാരണം ഉണ്ടാവും, എന്തൊക്കെയൊരു കാരണം ഉണ്ടാവും. അതിനിങ്ങോട്ടും സഹകരിക്കണ്ട. നമ്മൾ സമസ്തക്കാരാണ്, മറ്റേ വിഭാഗം ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ എതിരെയോൻ കൂടെ പോണ്ട. അവരും പള്ളി ഉണ്ടാക്കിയത് ശൈത്താൻ ആരാധിക്കാനല്ല, അവർക്ക് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. മുനാഫിക്കിൻ്റെ പള്ളി പൊളിക്കാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു ശുദ്ധ മുനാഫിക്കിൻ്റെ പള്ളിയാണ്. ആരെന്നോട് പറഞ്ഞു? ശരി തീരുമാനിക്കാൻ ചെയ്യാൻ മനസ്സിലായി. ഇതൊക്കെ വളരെ ചിന്തിക്കണം നമ്മൾ. അള്ളാൻ്റെ അടുക്കല്ലാര് നമുക്കെന്താ അറിയാം? പള്ളിക്കെതിരെ അവൻ കൂടാൻ പോട്ടെ, അത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അവരെ കൂട്ടത്തിൽ ഒരു സ്വാലിഹായ മുഅ്മിനായ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ കാരണമാണ് ആ പള്ളി ഉണ്ടാക്കുന്നതെങ്കിലും അതൊന്നും നല്ലതല്ല. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. വളരെ തല കൊടുത്ത് ചിന്തിക്കണം. നമ്മളെ മഹല്ലതല്ല, അതുകൊണ്ട് നമ്മളതിനോട് സഹകരിക്കണില്ല. അതേസമയത്ത് എന്ത് ചെയ്യണ്ട? എതിരെ കേസ് കൊടുക്കാൻ പോണ്ട. നമ്മളെ മഹല്ലതല്ലാത്തോണ്ട് നമുക്ക് സഹകരിക്കേണ്ട ബാധ്യതയില്ല. എന്നാലോ എതിരെ കേസ് കൊടുക്കാൻ പോണ്ട, അത് പൂട്ടിക്കാൻ പോണ്ട. ഖൈറില്ല, അള്ളാഹ്ക്കേ അറിയുള്ളൂ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഈ പള്ളി ഉണ്ടാക്കിയത് മുജാഹിദി വിഭാഗം എന്ന് വെച്ചു, മുജാഹിദി വിഭാഗം പള്ളി ഉണ്ടാക്കി, അതിനെതിരെ കേസ് കൊടുക്കാൻ പോണ്ട. അവർക്ക് അവരുടെ കാരണങ്ങൾ ഉണ്ടാവാം. അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് എന്ത് അറിയും? അവർ ആ പള്ളിക്ക് ഞാൻ കയറൂല. എന്തുകൊണ്ട് ഞാൻ കയറൂല? എന്തുകൊണ്ട്? അവിടുത്തെ ആ രീതിയും നമ്മുടെ രീതിയും രണ്ടാണ്. അവർ നമ്മളെ മേലെ ശിർക്ക് ആരോപിക്കുന്നവരാണ്. പക്ഷെ അങ്ങനത്തെ ആളുകളാണെങ്കിലും അവർക്കും ഒരു പള്ളിക്ക് അവകാശം ഉണ്ടല്ലോ. അവർ നമ്മുടെ രീതിയെ പഠിക്കുന്നത് വരെയും അവർക്ക് നിസ്കരിക്കണമല്ലോ. ഒരു സുന്നി ആകലാണ് ഖൈർ. അങ്ങനെ തന്നെ ഞാവും പകലും സുന്നിക്കൊണ്ട് വളരുന്ന ആൾ തന്നെയാവും. പക്ഷെ ഒരു സുന്നിയായി പഠിച്ചിട്ട് മനസ്സിലാക്കി ഇതാണ് സത്യം എന്ന് പറയുന്നത് വരെയും മനസ്സിലാക്കുന്നത് വരെയും അവർക്ക് എന്ത് ചെയ്യണ്ടേ? പറയും മനുഷ്യന്മാരെ, അവർക്ക് ജുമാ നിസ്കരിക്കണ്ടേ? അതിനെതിരെ കേസ് കൊടുക്കാൻ പോണ്ട, അന്ന് കേസ് കൊടുക്കാൻ പോണ്ട. ചിന്തിക്കുക. പള്ളിൻ്റെ തൊട്ടടുത്തുണ്ടാക്കി മഹല്ലിൽ തസ്ബീഹ് ഉണ്ടാക്കി അപ്പോൾ അതിനൊക്കെയുള്ള നിയമ നടപടികൾ എടുക്കണമെന്നൊക്കെ അല്ലാതെ കണ്ടീന് മുഴുവനും എതിരായി നടക്കണ്ട. ഒരു ഖൈറിനെ പൊളിക്കുന്ന ഒരു ഷർറാണതെങ്കിൽ, ഒരു ഖൈറിനെ പൊളിക്കുന്ന ഷർറാണതെങ്കിൽ അവിടെ ആലോചിക്കാം. അതിന് 100 വട്ടം ആലോചിച്ചിട്ട് എന്താണെങ്കിലും മുസ്ലിമീങ്ങൾ തന്നെയാണല്ലോ, ഒരു കഫറല്ലല്ലോ. മുജാഹിദും ജമാഅത്തൊന്നും കഫറല്ലല്ലോ, മുസ്ലിമീങ്ങളല്ലേ. ഇതൊന്നും അവർ ചെയ്യുന്നത് ശരിയാണെന്ന് ന്യായീകരിക്കല്ല. എന്നാലും അവർക്കും പള്ളിയാണല്ലോ, അവർക്കും ജുമാ നിസ്കരിക്കണോ? അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവർക്ക് പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹക്കായ വഴിയല്ല, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ് ഹക്കായ വഴി. 100 വട്ടങ്ങളോട് പറയാം. എന്നാലും നിങ്ങൾ മറ്റവരെ പിന്നാലെ കൂടണ്ട, പരിധി വിട്ടിട്ട്. ഹക്കായ വഴിയെ നിസ്കരിക്കണം, ഉൾക്കോമ്പ് വിൽക്കണം ഒക്കെ വേണം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ പലപ്പോഴും അതിനൊക്കെ കാരണം റിയാസത്ത്, നേതൃത്വം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ 100 വട്ടം ആലോചിക്കണം. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു. പല കാര്യങ്ങളും പലതുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ അല്ലാഹു തആല ദുനിയാവിൽ തന്നെ നിഷ്ഫലമാക്കും. ഇവിടെ നസലത്ത് ഫിൽ മുഅ്മിനീന അല്ലദീന മിനൽ മുഅ്മിനീന ഫി അഹ്ലി ദിയാഇ മിനൽ മുഅ്മിനീന. ഈ ആയത്ത് ഇറങ്ങിയത് ഒരു അഭിപ്രായം പറയാണ്. ഇത് ആരെ പറ്റി ഇറങ്ങിയതാണ്? മുഅ്മിനീങ്ങളെ കൂട്ടത്തിലുള്ള റിയാഇൻ്റെ അഹ്ലിയർ. അപ്പോൾ ആയത്തൊന്ന് അർത്ഥം വെച്ച് നോക്ക്. ആ അഹ്ലിയർ നമ്മൾ തന്നെ. മൻകാന യുരീദു ല ഹയാത്ത ദുനിയാ വസീനതഹാ, ദുനിയാവും ദുനിയാവിൻ്റെ ഭംഗിയും. മനസ്സിലായി? ദുനിയാവിന് ഭംഗി എന്നാ നിങ്ങൾ ഇന്നൊക്കെ അംഗീകരിക്കുക. ഭംഗി ഉസ്താദാണ്, അതൊക്കെ അതിൻ്റെ ഭംഗിയാണ്. ഞാനൊരു വർത്താനം പറയും, നിങ്ങൾ 4 ആൾ നമ്മൾ ഇരുന്നൊരു വർത്താനം പറഞ്ഞാൽ ഒച്ചട്ട് വർത്താനം പറയാനുള്ള അധികാരം എനിക്കാണ്. എൻ്റെ ഒച്ചനെ നിങ്ങൾ ഒച്ച ഉയർത്തൂല, അതിൻ്റെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാനെന്നെ അഹങ്കരിച്ചു. ഒരാൾ കൂട്ടത്തിൽ വേശ്യപ്പെട്ട് വർത്താനം പറഞ്ഞാൽ ഓൻ അന്ന് പുറത്താക്കും. ഞാൻ കൂട്ടി വരെത്തിട്ടാണ് ഓൻ സഭ വഷളാക്കും.
കാര്യം പറഞ്ഞു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പം അവിടെ എന്ത് ഓരും പറഞ്ഞു, ഉസ്താദിൻ്റെ എന്നെക്കാളും ഒച്ച ഉയർത്തി വർത്താനം പറഞ്ഞു. അപ്പം ഞാനും പറയാം, അങ്ങനത്തെ ആളുകൾ നമുക്ക് വേണ്ട. നിങ്ങൾക്ക് പറയാൻ ന്യായമുണ്ട്. നിങ്ങൾ 1, 2, 3, 4, 5 നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഒച്ച ഉയർത്തി ഉസ്താദിനോട് സംസാരിച്ചാൽ നിങ്ങൾക്കൊരു ന്യായമുണ്ട്. അവിടെ എന്ത് ഓൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് ന്യായമില്ല. എനിക്കെന്ത് ന്യായമുണ്ട്? ഓനോട് ഒച്ച ഉയർത്താൻ പാടില്ല, എനിക്കൊരു ന്യായമുണ്ട്. ഓൻ്റെ മേലെയാണ് ഞാനിന്ന് ആര് പറഞ്ഞു? മനസ്സിലായില്ലേ? ചിന്തിക്ക് തന്നെ. അതെല്ലാം അപ്പോൾ ദുനിയാവിന്റെ ജീവിതമാണ് ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ വസീനത്താതിന്റെ അലങ്കാരങ്ങളും നിങ്ങൾ വലിയ ആളായി നടക്കണം എങ്കിൽ അവരുടെ അമലുകളുടെ കൂലി ദുനിയാവ് തന്നെ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. ഓഹും ലാ യുബ്ഖസൂന, ഒരു നഷ്ടവും വരുത്തപ്പെടുകയില്ല. ഉലൈക ആ വിഭാഗം, അല്ലദീന ഒരു വിഭാഗമാണ്, ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, ആ വിഭാഗത്തിന് പരലോകത്ത് നരകമല്ലാതെ വേറെയൊന്നുമില്ല. വഹബിത മാ സനഉ ഫീഹാ, അവർ ദുനിയാവിൽ വെച്ച് ചെയ്തത് ദുനിയാവിൽ തന്നെ പൊളിഞ്ഞുപോയി. എല്ലാം പൊളിഞ്ഞു. അവർക്ക് അലങ്കാരം കിട്ടിയ സ്റ്റേജിന്റെ മേലെ ഒരാണ്, സ്റ്റേജിന്റെ മേലെ സ്റ്റേജിലേ ഇരിക്കൂ. ഇങ്ങനെ തന്നെ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഓരോന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഉറക്കെ പറയും, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന്. അപ്പോൾ വളരെ വളരെ ചിന്തിക്കണം. മനുഷ്യ, നിന്റെ മുന്നിൽ 2 അള്ളാഹുവിന്റെ കലാം, ഇത് അള്ളാഹിന്റെ കലാമാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനനുസരിച്ച് നമ്മൾ അമലുകൾ ശരിയാക്കണം. ചിലപ്പോൾ അമൽ നിയന്ത്രിക്കേണ്ടി വരും. ചില മഹത്തുക്കളായ ആളുകൾ ജനങ്ങളെ കാഴ്ചയിൽ തിന്മ ചെയ്യും. അബദ്ധം അവരിൽ വന്നു പോകും. അബദ്ധം വരും, ഖളായിൽ അബദ്ധം വരും. അതോടുകൂടെ ജനങ്ങൾ അവരെ പറ്റി ഗീബത്ത് പറയും. ആ അബദ്ധം അല്ലാഹു തആല അന്ന് രാത്രി പുറത്തു കൊടുക്കും. പക്ഷെ ജനങ്ങൾ ഗീബത്ത് പറയും. അതോടുകൂടെ ഇയാളെ മാത്രം ജനങ്ങൾ ഒഴിവാക്കും. അപ്പോൾ അവർക്ക് സന്തോഷമാവും. എന്ത്? ഇനി ജനം ബഹുമാനിക്കൂല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു സാലിഹായ മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ തന്നെ, ആള് സ്വാലിഹൻ തന്നെ, നല്ല മനുഷ്യൻ, അയാളടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു പെണ്ണിനെ അയാൾ ഒന്നിങ്ങനെ തോണ്ടി, അല്ലെങ്കിൽ അവളെ കയ്യിൽ നിന്ന് അടിച്ചു. തെറ്റല്ലേ? തെറ്റല്ലേ? പറകുട്ടി തെറ്റല്ലേ? എന്താ ഓർമ്മ? തെറ്റല്ലേ? തെറ്റാണ്, തെറ്റാണ്, തെറ്റല്ലേ? എന്തൊരു കൗമാണ് ഇരിക്കുന്നത്? തെറ്റല്ലേ? തെറ്റാണ്, തെറ്റാണ്, തെറ്റന്നെ. എന്തോ പള്ളിക്ക് നൂലൂതാൻ പോയ പെണ്ണാണ്. ആ പെണ്ണിനെ എന്ത് ചെയ്തു? ഇയാൾ സൗകര്യം കിട്ടിയപ്പോൾ ഓളെ കയ്യിനൊന്ന് പിടിച്ചു. ഇതോൾ 4 ആളോട് പറഞ്ഞു, 10 ആളോട് പറഞ്ഞു. വലിയ ആളാണ്, അവര് അല്ലെങ്കിൽ ഇപ്പോൾ അവരെ പോയി അവരെ പാപ്പയാണ് എഴുതിയിരിക്കുകയാണ്. ഓളെ കയ്യിൽ പിടിച്ചു. അതോടുകൂടെ നാട്ടിൽ വിവരം അറിഞ്ഞു. നാട്ടിൽ സ്ഥിരീകരിച്ചു സംഗതി സത്യമാണ്. മനസ്സിലായോ? ചിന്തിക്ക്. തെറ്റല്ലേ? എന്താ പറ്റി മേപ്പെട്ട് വെക്കണത്? എന്താണ് അന്തപ്പെട്ട് വെക്കണത്? തെറ്റാണ്. നാട്ടുകാർ അറിഞ്ഞില്ലേ? ഇത് അല്ലാഹു ഈ മനുഷ്യനെ ബഹുമാനിച്ചിരിക്കും. ചിലപ്പോൾ അല്ലാഹു ഈ മനുഷ്യൻ, നാട്ടുകാരൊക്കെ വലിയ ആളാണ്, നടക്കുമ്പോൾ മഴ പെയ്യും, കിടക്കണം. അപ്പോഴാണ് ഒരു ബാല്യക്കാരത്തി പെണ്ണ് മുപ്പരെ പൊരിക്ക് എന്തോ ഒരു വെള്ളം ഊതാൻ വേണ്ടി വന്നപ്പോൾ സൗകര്യം കിട്ടിയപ്പോൾ ഓളെ കയ്യിനൊന്ന് പിടിച്ചു. അല്ലെങ്കിൽ കൈ അല്ലാത്തോടത്ത് പിടിച്ചു എന്ന് വെച്ചോ. നാട്ടുകാരറിഞ്ഞ് പിന്നെ അതാണ് പരസ്യമായി. പിന്നെ മരണം വരെ ആ നാട്ടുകാരും അടുത്ത നാട്ടുകാരും ഒക്കെ ആയി ദ്വാസമേളനത്തിന് വിളിക്കാതെയായി. മൂപ്പരെ നമ്മളെ പാത്തുമാന്റെ മകള് മൈമൂന മൂപ്പരെ പൊരിക്ക് എന്നപ്പോ എന്റെ കാട്ടിയെ ഞങ്ങളൊക്കെ സ്ഥിരീകരിച്ചവരാണ്. അന്ന് രാത്രി തന്നെ അയാൾ കരഞ്ഞ് അള്ള പുറത്തു കൊടുത്തിട്ടുണ്ടാവും. അതുണ്ടായാൽ തന്നെ ഇയാൾ സാലിയായിക്കൂടെ? ഇതുണ്ടായാൽ തന്നെ ഇയാൾ സാലിയായിക്കൂടെ? എടോ,
സ്വഹാബിയിൽ നിന്ന് വ്യഭിചാരം വന്നില്ലേ? സ്വഹാബിയിൽ വ്യഭിചാരം വന്നില്ലേ? സ്വഹാബ് എന്തേ ഇത് അള്ളാഹു ഈ മനുഷ്യനെ ഇക്റാം ചെയ്തായിരിക്കും. എന്ത് ഇരിയാവ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ എന്ത് ചെയ്തു? ഒരു പെണ്ണിനെ പിടിക്കാൻ പറ്റാത്തടുത്ത് പിടിച്ചു. അതോടുകൂടെ നാട്ടിൽ പാട്ടായി. ജനം എന്തു പറയാൻ തുടങ്ങി? വലിയ ഉലിയപ്പാപ്പായിരുന്നു, ഞങ്ങളൊക്കെ വിചാരിച്ചത് ഭയങ്കര. മൂപ്പർക്ക് വേണ്ടി പള്ളിനെ മുറ്റത്ത് മക്കബറ കെട്ടണമെന്ന് വിചാരിച്ചോനല്ലേ ഞങ്ങളെ അപ്പോഴല്ലേ മൂപ്പര് മൈമൂനാന്റെ മാറത്ത് പിടിച്ച് ഞങ്ങൾക്ക് അള്ള കാണിച്ചെന്നു ഈ ജാതി അമുക്കളെന്നും പള്ളിനെ മുറ്റത്ത് കുഴിച്ചിട്ടുണ്ടാണ്. പിന്നെ ഒരു സദസ്സ് മൂപ്പരെ വിളിക്കൂല. മൂപ്പര് ആ നാട്ടിലെ ഏറ്റവും വലിയ സ്വലിയായിരിക്കും. ഇതൊരു മനുഷ്യന് സംഭവിക്കാൻ പറ്റൂല്ലേ? പറയും. തെറ്റാണോ തെറ്റല്ലേ എന്നല്ല എന്റെ ചോദ്യം. ഇത് ഇയാൾ സ്വാലിഹാകവേ ഇയാൾ മൈമൂനാന്റെ മാർത്ത് പിടിച്ചോടേന്നാണ് ചോദ്യം. എന്താണ് മേപ്പെട്ട് നോക്കിയിരിക്കുന്നത്? മനസ്സിലായില്ലേ? അള്ളാന്റെ അടുക്കൽ സ്വാലിഹാകവേ ഇയാളിൽ അബദ്ധം വന്നുകൂടെ? ഇയാൾ മയസുമല്ല, അമ്പിയാക്കൾ മാത്രമാണ് മയസുമിങ്ങള്. എടാ സ്വഹാബി മയസുമല്ല, മുത്തുനബി തെളിയിച്ചില്ലേ? സ്വഹാബി എന്ന പദവിയിൽ നിന്ന് പുറകോട്ട് പോയോ? ഏത് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആണെങ്കിലും, ശൈഖ് റിഫായി ആണെങ്കിലും, ശൈഖ് തിജാനി ആണെങ്കിലും, മനസ്സിലായില്ലേ? എന്റെ നെറുന്തലിലാണ് അവരൊക്കെ, എന്റെ നെറുന്തലിലാണ് അവരൊക്കെ. അവരാണെങ്കിൽ പോലും സ്വഹാബിയേക്കാൾ വലുതാണെന്ന് പറഞ്ഞാൽ നോണ പറയാണെന്ന് ഞാൻ പറയും. അത് ഞാൻ വിശ്വസിക്കുന്നു. അവരൊക്കെ സ്വഹാബിന്റെ താഴെ ആ സ്വഹാബിയെ വിചരിച്ചു. ഇത് അള്ളാഹു തആല ഈ മനുഷ്യനോട് തരി ബഹുമാനമായിരിക്കും. അതോടുകൂടെ അള്ളാഹ്ക്ക് ഇയാളെ സ്വർഗത്തിലേക്ക് ആവശ്യമുണ്ടാവും. അതോടെ നാട്ടിനോട് ഒഴിവായിപ്പോയി. പിന്നെന്താ പറയാ? എന്തായിരുന്നു നേരം വെളുത്ത കുപ്പിയും വെള്ളം കൊണ്ട് വന്ന് നിൽക്കുന്ന എത്ര ആളായിരുന്നു. അവിടെ അപ്പുറത്ത് മറ്റേ പിന്നെ മമ്മദൂന്റെ പീടിയിൽ കന്നാസനെ കൊണ്ട് കൂട്ടും. കന്നാസ് വിറ്റാണ് മമ്മദ് 2 മക്കളെ കെട്ടിച്ച്. മൂപ്പരെ പെരിയക്ക് വെള്ളം ഊതാൻ കൊണ്ടുപോകണം കന്നാസ് വിറ്റ് മമ്മദ് 2 കുട്ടികളെ കെട്ടിച്ച്. പിന്നെ അവിടെ പോയി ആരുമില്ല, സ്വന്തം പെണ്ണുങ്ങളെ വരെ തെറ്റിപ്പോയി. നിങ്ങളിപ്പോൾ വേറെ നാട്ടിലുള്ള മൈമൂനാൻ്റെ ഒക്കെ മാറത്ത് പിടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളൊപ്പമല്ല ഒന്നും വിചാരിക്കത്തിട്ട് കാര്യം വിളിച്ച് പറയാം. അപ്പോൾ മുമ്പിൽ ഒറ്റക്കായി നാട്ടുകാർ 1-ാം സഫിലേക്ക് വന്നപ്പോൾ നാട്ടുകാരാട്ടി. അന്നപ്പുറത്തോർക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ലത്. ഇതൊക്കെ വലിയ ഔലിയാന്ന് ഞങ്ങൾ വിചാരിച്ച് ഒക്കെ പോയിരുന്നു. ചിലപ്പോൾ ആ മാലിൽ പിന്നെ ജുമയ്ക്ക് പോകാൻ പറ്റാതെ പിന്നെ ഇതിലെങ്കിലും പോകും, മാനം കിട്ടും. ചിലപ്പോൾ ആ നാട്ടിൽ നിന്ന് പിന്നെ കിട്ടിയ പൈസക്ക് ഭൂമി വിറ്റ് ആ നാട്ടിൽ പോയി പുറത്തു. ആ നാട്ടിൽക്കൊക്കെ അറിയും. പിന്നെ ഏതോ മൈമൂനാൻ്റെ തോണ്ടി വന്നതാണ്. ഓരോ രാത്രിയും കരി റബ്ബേ ജനൊഴിവാക്കി തെറ്റിൻ്റെ തെറ്റിട്ടുണ്ട്. ഇയാളെ നിങ്ങൾ അള്ളാഹുവിന്റെ കോടതി ചെല്ലുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അവരെ നക്ഷത്രങ്ങളെ പോലെ കാണാൻ കഴിയുള്ളൂ. തെറ്റൊരു തെറ്റി എടോ സ്വഹാബി വിചരിച്ചില്ലേ? നിങ്ങൾ സ്വഹാബി അല്ലാതെയോ? സ്വാലിയ മനുഷ്യൻ ഒരു പെണ്ണിന്റെ മാറത്ത് പിടിച്ചുകൊണ്ട് സ്വാലിയ അല്ലാതെ പോകും. അബദ്ധ മനുഷ്യൻ വെച്ചുകൂടെ? ഇത് നാട്ടുകാരെയൊക്കെ പെണ്ണുങ്ങളെ പിടിക്കാനുള്ള ലൈസൻസ് അല്ല ഈ പറയണത്. പക്ഷെ അതുകൊണ്ട് ആ മനുഷ്യനെ നിൽക്കണ്ട. നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ഇതാക്കും വേണ്ട. അതേ സമയത്ത് മനസ്സോട് നിൽക്കണ്ട. നിർബന്ധപൂർവം കമ്മിറ്റി മൂപ്പർക്കെതിരെ കുറച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കൂട്ടത്തിൽ കമ്മിറ്റിക്കാരനാണ് പോയി. അവരൊക്കെ പോയതിനു ശേഷം പിരിഞ്ഞതിന് ശേഷം നട്ടപ്പാതിരക്ക് ചോദിച്ചു കാലുപിടിച്ചു അപ്പാക്കണം. എനിക്ക് നിർബന്ധാവസ്ഥയിൽ വന്നതാണ്, അപ്പാക്കണം, എന്നെ കുറ്റപ്പെടുത്തരുത്. അതാണ് പറഞ്ഞൂടെ ഈ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നവരാണ്. ഈ മനുഷ്യൻ അള്ളാഹിന്റെ അത്രയും വലിയ ആളായിരിക്കും. ചെയ്ത തെറ്റല്ലേ? തെറ്റാണ്. എന്തേ മായസ് വിചരിച്ചു? പാറക്കുട്ടി ആരാണ് മായസ്? എന്നെ കണ്ടൂരും സുഖത്ത് നരകത്ത് കിടക്കൂല. എന്നെ കണ്ടൂരും നരകത്ത് കിടക്കൂല. എന്നെ കണ്ടോരും നരകത്ത് കിടക്കൂല.
ഞാൻ കണ്ടോരും നരകത്തിൽ കിടക്കൂല. അതിൽപ്പെട്ട ആളല്ലേ മായിസ്, 1-ാം പാർട്ടി. പറ ഇതൊക്കെ സ്വഹീഹ് ഹദീസല്ലേ? ഇതൊക്കെ മുത്തുനബി പറഞ്ഞ ദീനല്ലേ? ഈ പെട്ട ഇതിൽ 3 കാറ്റഗറിയാണ്. ലാ യദ്ഖുലു നാറ മൻ റആനി, എന്നെ കണ്ടോരും നരകത്തിൽ കിടക്കൂല. വലാ യദ്ഖുലു നാറ മൻ റആനി, എന്നെ കണ്ടോരും നരകത്തിൽ കിടക്കൂല. വലാ യദ്ഖുലു നാറ മൻ റആനി, എന്നെ കണ്ടോരെ നരകത്തിൽ കിടക്കൂല. എന്നെ കണ്ടോര് നരകത്തിൽ കിടക്കൂല, എന്നെ കണ്ടോരെ നരകത്തിൽ കിടക്കൂല. ഈമാനോട് കൂടി കാണുക. എന്നെ കണ്ടോര് നരകത്തിൽ കിടക്കുകയില്ല. അങ്ങനത്തെ 1-ാം കാറ്റഗറി അല്ലേ ആര്? സയ്യിദുന മായിസ്. സയ്യിദ് കുട്ടി പറഞ്ഞാളാ സയ്യിദുന മായിസ്. മായിസിന്റെ കാലിന്റെ ചെറുവരലിന്റെ രോമത്തിലുണ്ട് നമ്മള്. ഇനി ആ ചെറുവരലിന്റെ രോമത്തിന്റെ തിരക്കുണ്ട് നമ്മള്. ഉണ്ടോ? ഞാൻ അവരെ കാലിന്റെ ചോട്ടിലെ മണ്ണിന് ഞാനില്ല. മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ചുവട്ടിലെ മണ്ണിന് ഞാനില്ല. എന്റെ മുസ്തഫാ നബിയുടെ സ്വഹാബിയ വ്യഭിചരിച്ചില്ലേ? ഒരു മനുഷ്യൻ തെറ്റിനുള്ള പരിഹാരം ഉണ്ടാക്കണം. ഒരൊക്കെ പള്ളിയിലും മദ്രസയിലും പിടിച്ച് നിർത്താൻ നല്ല പറഞ്ഞില്ല മായന. പക്ഷെ നിന്ദിക്കണ്ട. ഇയാൾ വലിയ സ്വാലിഹായിരിക്കും. ഒരു അബദ്ധം ഇയാളിൽ വന്നു, എന്തോ വരാൻ കാരണം മനസ്സിലായില്ലേ? ഇയാൾക്ക് ഈ സ്വയം റിയാവ് വരാൻ തുടങ്ങി. അപ്പൊ ആ റിയാവിനെ അതോട് അള്ളാഹ് കട്ട് ചെയ്യൂ. എന്തുകൊണ്ട്? ഇയാൾ സ്വർഗ്ഗാവകാശിയാണ്. റിയാവ് വന്നാൽ നരകത്തിലാണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ചില മനുഷ്യന്മാർ തെറ്റിയും, നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നിന്ദിക്കണ്ട. ഇയാൾ ആരെന്നെയായിരിക്കും? സ്വാലിഹായിരിക്കും. ഇതെന്തേ? ഇതിനേക്കാൾ വലിയ കിബിർ. ഈ അവസ്ഥയാക്കി നിലനിന്ന കിബിറായി. ഇപ്പൊ അയാൾ എവിടെ എത്തും? ഇബ്ലീസിന്റെ ഏറ്റവും വലിയ മൂലധനം എന്തല്ലേ? കിബറല്ലേ? ഈ നിലക്ക് അയാൾ വെള്ളം മന്ത്രിച്ചു മറ്റേ നാട്ടുകാരെ അങ്ങോട്ട് പോയാൽ ഇയാൾ പിന്നെ ആരാവും? ഇബ്ലീസാവും. ഇബ്ലീസായിച്ചാവും. എന്തേ? ഞാനാണ് ഇവിടുത്തെ മഹാൻ, ഞാനാണ് കയ്യൊന്നിച്ച അല്ലാഹു തആല ഉത്തരം തരും എന്ന വിചാരത്തിൽ ഇയാളെ നടക്കും. അവസാനം ഇയാള് ബൽആമിനെ പോലെയാവും ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ഇയാളായിട്ട് നല്ല മനുഷ്യനാണ്. റിയാവ് വന്നു തുടങ്ങിയപ്പോ അല്ലാഹു തആല കട്ടിയിലും മൈമൂനാന്റെ മാറത്ത് തൊട്ടതോടുകൂടെ നാട്ടുകാർ എല്ലാം ഒഴിവാക്കി. ഇയാളൊന്ന് മരിച്ചിട്ടിയാൽ മറ്റു വേണം പള്ളിയുടെ മുറ്റത്ത് മക്ബറ ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചിരുന്ന ജനങ്ങൾ അയാൾക്ക് മര്യാദക്ക് സലാം പറയാതെയായി. അപ്പൊ ഇയാളെ എന്ത് പോയി? റിയാവ് പറ്റപ്പോയി. നിന്യനായില്ലേ? എന്ത് നിന്യായത്? നിന്നെ നോക്കൂ അല്ലാഹു തആല. തുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. നീ ഉദ്ദേശിച്ചത് നീ നിന്നേക്കും. എന്തിനു നിന്നാക്കിയത്? പരലോകത്തെ യോഗ്യനാക്കാൻ. ഇവിടെ എന്തിനു യോഗ്യനാക്കിയത്? പരലോകത്തെ നിന്നാക്കാൻ. എന്റെ വിചാരിച്ച് ഇവിടെ അല്ലാഹു ഒരുത്തനെ നിന്നെ യോഗ്യനാക്കി. എന്തിന്? പരലോകത്ത് നിന്നാക്കണം. ഇവിടെ ഒരാളെ അല്ലാഹു തആല നിന്നാക്കി. എന്തിന്? പരലോകത്ത് യോഗ്യനാക്കണം. അല്ലാഹു തആല കാക്കട്ടെ. എന്താണോ റബ്ബ്? അല്ലാഹു തആല അവന്റെ ഖൈറിന്റെ വാതിൽ നമുക്ക് തുറന്നു തരട്ടെ. അവന്റെ ആ വാതിൽക്കുന്നവനെ നമ്മൾ ആട്ടാതിരിക്കട്ടെ. ബേജാറാകേണ്ട ടൈപ്പ് പറഞ്ഞൊക്കെ വളരെ ചിന്തിക്കണം.